ഈ ടോപ്പിക്ക് വിട്ടാൽ കുഴപ്പമുണ്ടോ? മറ്റേ ഉള്ളിലൊരു ചെറിയ കലിപ്പുണ്ടല്ലോ, അഭിനയിക്കും. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. ലേറ്റർ പിന്നെ എൻ്റെ പടങ്ങൾ കാണുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇതല്ല സൈജു പരിപാടി. ഇതിൻ്റെ അകത്ത് മുഖത്ത് ഭാവം വരണം. അത് എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ട്രൈ ചെയ്തപ്പോഴത്തേക്ക് അന്ന് അച്ഛൻ മൊബൈൽ യൂസ് ചെയ്യില്ലായിരുന്നു, ലാൻഡ് ലൈൻ ആയിരുന്നു. അപ്പോൾ അച്ഛൻ ബാങ്കിലൂടെ പോയിരിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ചാൻസ് നഷ്ടപ്പെട്ടു. ഈ ഭരതനാട്യത്തിൻ്റെ സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ എന്താണ് ഞാനും കൂടെ കോ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളൊരു ആലോചനയൊന്നുമില്ലായിരുന്നു. ഇതൊരു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുടുംബചിത്രമാണ്. അടുത്ത രാസലീല വരാൻ പോവാണ്. അടുത്ത രാസലീല, അതെ. അതൊരു ഡാർക്ക് കോമഡി തന്നെ ആയിരിക്കും. കോമഡി ആയിരിക്കും എന്തായാലും, പക്ഷെ അത് മേക്കിംഗ് ഈസ് ഓസം. അടിപൊളി മേക്കിംഗ് ആണ്. ആൻഡ് എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരിക്കും. എൻ്റെ 2 അപ്പിയറൻസ് ഉണ്ട് ഈ സിനിമയിൽ. ഒന്ന് ഈ അപ്പിയറൻസും ഒന്ന് വേറൊരു അപ്പിയറൻസും. ഞാൻ പറഞ്ഞില്ലെങ്കിൽ വേറെ അങ്ങനെ പറയുന്നില്ല, അതുകൊണ്ട് പറയുകയാണ്. ആക്ച്വലി ഇതൊക്കെ വേറെ ആൾക്കാരാണ് പറയേണ്ടത്, പക്ഷെ അവർ ഒന്നും പറയുന്നില്ല. ഇവിടെ 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 ഏറ്റവും ഉമ്മ വയ്ക്കണം. ഓക്കെ, എന്നിട്ട് ഹരിയൻ സാർ പറഞ്ഞ സ്ഥലത്തൊക്കെ അത് കഴിഞ്ഞിട്ട് സിനിമയില്ലാണ്ടിരിക്കുകയും പിന്നെ അങ്ങനെ ഒരു സക്സസ് കിട്ടാണ്ടിരിക്കുകയും. അപ്രതീക്ഷിതമായി വെള്ളിത്തിരയിലെത്തി ഇന്ന് സിനിമാ മേഖലയിലെ നിറസാന്നിധ്യം. ഏത് റോള് കൊടുത്താലും തൻ്റെതായ ശൈലിയിൽ അത് അഭിനയിച്ച് ഫലിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം നടൻ. ആക്ടറാണ്, പ്രൊഡ്യൂസറാണ്. കൂടുതൽ പരിചയപ്പെടുത്തലിന്റെ ഒരു ആവശ്യമില്ല, നമ്മുടെ സ്വന്തം സൈജുക്കുറുപ്പ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം ചേട്ടാ. ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ ജോലി കളഞ്ഞ് 2005 സിനിമയിലേക്ക് കയറി. ഇന്നത്തെ സൈജുക്കുറുപ്പ് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു ജേർണിനെ എങ്ങനെയാണ് കാണുന്നത്? ഭയങ്കര സന്തോഷം തോന്നുന്നു. ഉള്ളിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഞാനിപ്പോൾ ആക്ച്വലി ഞങ്ങൾ പറഞ്ഞ ദിവസം ഞാൻ ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇങ്ങോട്ട് വന്ന വഴി ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, എനിക്ക് സിനിമയിൽ ദൈവം ഒരു ചാൻസ് തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ആക്ച്വലി എന്ത് ചെയ്തേനെ. സെയിൽസിലായിരുന്നു ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. പക്ഷെ ഭയങ്കര പ്രഷറായിരുന്നു, അറിയാലോ സെയിൽസിൻ്റെ പ്രഷർ നിങ്ങൾക്കൊണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയണം. പക്ഷേ ഭയങ്കര സെയിൽസ് പ്രഷർ കൂടി ഞാൻ ചിലപ്പോൾ ജോലി വിട്ടേനെ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തേനെ, അപ്പോൾ ബിസിനസ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ ആക്ച്വലി എനിക്ക് പറ്റിയൊരു ഏരിയയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ തുടക്കകാലഘട്ടത്തിൽ കുറച്ച് സിനിമകൾ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ കിട്ടുള്ളായിരുന്നു. പക്ഷെ ആഫ്റ്റർ ട്രിവാൻഡ്രം ലോഞ്ച് റെഗുലർ ഇൻ്റർവെൽസിൽ സിനിമ കിട്ടി തുടങ്ങി. ആൻഡ് പിന്നെ ഈ വർഷം പ്രത്യേകിച്ച് ഒരു ഭയങ്കര എൻ്റെ കരിയറിൻ്റെ ഒരു ഭയങ്കര പീക്ക് എത്തിയ ഒരു വർഷമാണ് മോഹിനിയാട്ടത്തിൻ്റെ റിലീസോടുകൂടി. സോ ഐ എം വെരി ഹാപ്പി ആൻഡ് താങ്ക്ഫുൾ ടു ഗോഡ് ആൻഡ് ദ ഓഡിയൻസ് എന്നെ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചതിന്. എൻ്റെ ആദ്യത്തെ സിനിമ 2005 മയൂഖ ആയിരുന്നു. അപ്പം അതിലേക്ക് എത്തിയത് നമ്മുടെ പാട്ടുകാരൻ MG ശ്രീകുമാർ വഴിയാണ്. അപ്പം അതിൻ്റെ ഒരു തുടക്കം അതെങ്ങനെയായിരുന്നു? തിയേറ്ററിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും എറണാകുളത്ത് നിന്ന് നമ്മുടെ ടെലികോളിംഗ് ടീമുണ്ട്. അപ്പോൾ അവർ നമുക്ക് ഇടയ്ക്ക് ലീഡ്സ് തരും. അപ്പോൾ അങ്ങനെ എന്നെ അവിടുന്ന് എന്നെയല്ല വിളിച്ചത്, ടീം ലീഡറെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ സിംഗർ MG ശ്രീകുമാറിന് എന്താണ് ഒരു പുതിയ കണക്ഷൻ നോക്കുന്നുണ്ടെന്ന്. അപ്പോൾ ആ സെയിൽസ് കോളിൽ ഇപ്പോൾ ഞാൻ പോയില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എൻ്റെ അച്ഛൻ ഭയങ്കര ശ്രീകുമാർ സാറിൻ്റെ ഫാനായതുകൊണ്ട് ഞാനത് വിചാരിച്ചെന്ന് വെച്ചാൽ ശ്രീകുമാർ സാറായിട്ടൊന്ന് സംസാരിപ്പിച്ച് അച്ഛനെ ഞെട്ടിക്കാമെന്നൊക്കെയുള്ള ഇതിലാണ് ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടാനും കൂടെയാണ് ഞാൻ പോയത്. അപ്പോൾ അച്ഛനുമായിട്ട് സംസാരിപ്പിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ അവിടെ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഞാൻ ട്രൈ ചെയ്തപ്പോഴത്തേക്ക് അന്ന് അച്ഛൻ മൊബൈൽ യൂസ് ചെയ്യില്ലായിരുന്നു, ലാൻഡ് ലൈൻ ആയിരുന്നു. അപ്പോൾ അച്ഛൻ ബാങ്കിലൂടെ പോയിരിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ചാൻസ് നഷ്ടപ്പെട്ടു. പിന്നെ 2 പ്രാവശ്യം കൂടെ ഞാൻ ശ്രീകുമാർ സാറിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോ പ്രാവശ്യം പോകുമ്പോഴത്തേക്ക് ഇത് പറയുന്ന ഒരു മോശമല്ലെന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ പറഞ്ഞിട്ടില്ല. പിന്നെ എനിക്കൊന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രാവശ്യം അച്ഛനുമായിട്ട് സംസാരിച്ചു പുള്ളി. അതെ, അച്ഛനും മൊബൈലൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയപ്പം ഒരു പ്രാവശ്യം സംസാരിച്ചായിരുന്നു. അപ്പോൾ ഇങ്ങനെ 3ാമത്തെ പ്രാവശ്യം പോയപ്പോഴാണ് അദ്ദേഹം എന്നോട് ചോദിക്കുന്നത് ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോയെന്ന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ ഓർത്തത് എങ്ങനെയായിരുന്നു റിയാക്ഷൻ അത് കേട്ടപ്പോൾ? റിയാക്ഷൻ എന്ന് വെച്ചാൽ റിയാക്ഷനകത്ത് ഇവിടെ കാണിച്ചാൽ ചിലപ്പോൾ അത് അബദ്ധം കാണിക്കുക. അതായത് ഈ 3 പ്രാവശ്യം ഞാൻ ചെന്നിട്ടും അദ്ദേഹം കണക്ഷൻ എടുത്തില്ല. 3ാമത്തെ പ്രാവശ്യം എന്നോട് പറഞ്ഞ് ഞാൻ കണക്ഷൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം നാച്ചുറലി എന്ന് വെച്ചാൽ നമ്പർ ചേഞ്ച് ചെയ്താൽ പ്രയാസമല്ലേ. അപ്പം അന്ന് ഈ പോർട്ടിംഗ് ഒന്നുമില്ല, ആ സെയിം നമ്പർ തന്നെ വെച്ചുകൊണ്ട് പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്പർ മാറ്റിയേ പറ്റുള്ളൂ.
അപ്പം ഞാൻ ആ ഒരു ചെറിയ കലിപ്പൻ്റെ ഉള്ളിലുണ്ട്. ഞാനങ്ങനെ തിരിഞ്ഞ് അദ്ദേഹത്തിൻ്റെ റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങുന്ന സമയത്ത് ആണ് അദ്ദേഹം ഒരു മിനിറ്റ് സൈജു സിനിമയിൽ അഭിനയിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ രണ്ട് കാര്യങ്ങൾ ചോദിച്ചു. ഒന്ന്, എനിക്ക് എന്തോ പുള്ളി എന്നെ ചാലഞ്ച് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തു. എന്തിനാണ് അങ്ങനെ തോന്നിയെന്ന് ചോദിച്ചാൽ എനിക്കത് അറിയില്ല. രണ്ടാമത്തത് ഞാൻ വിചാരിച്ചത് സിനിമയിൽ ഇനിയിപ്പോൾ ഞാൻ അഭിനയിക്കുകയാണെങ്കിൽ ഞാൻ അഭിനയിക്കുന്ന സിനിമ എന്തായാലും ഹിറ്റാവുമല്ലോ, അങ്ങനെയാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചത് സിനിമയിൽ അഭിനയിച്ച് സിനിമ ഹിറ്റാവുകയാണെങ്കിൽ എൻ്റെ മുഖം കുറേ പേർക്ക് അറിയാൻ പറ്റും. അപ്പം ഞാൻ ഒരു സെയിൽസ് കോളിന് വേണ്ടി ഞാൻ പോകുമ്പോഴത്തേക്കും ആൾക്കാർ പെട്ടെന്ന് തന്നെ എനിക്ക് അപ്പോയിൻമെൻറ്റ് തരാണ്ടിരിക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ ഓർത്തിട്ട് ഞാൻ, അപ്പോൾ എൻ്റെ മുഖം വളരെ സീരിയസ് ആയിട്ടോ. സാധാരണ ഗതിയിൽ ഇപ്പം സിനിമയിൽ അഭിനയിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ അഭിനയിക്കും എന്നല്ലേ പറയേണ്ടത്. ഞാൻ മറ്റേ ഉള്ളിലൊരു ചെറിയ കലിപ്പുണ്ടല്ലോ, അഭിനയിക്കും. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പോഴാണ് പുള്ളി പറഞ്ഞ ഇങ്ങനെ സംവിധായകൻ ഹരിഹരൻ ഒരു എന്താണ് പുതുമുഖങ്ങളെ വെച്ചൊരു പടം ചെയ്യുന്നുണ്ട്. അപ്പം ഞാനൊപ്പമല്ല, എന്തെങ്കിലും ഒരു ക്യാരക്ടറായിരിക്കും. അപ്പം ഹീറോയിൻ പുതിയ ആൾക്കാർ വേണമെന്നാണ്. അപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഫീച്ചേഴ്സൊക്കെ മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനൊന്ന് വിളിച്ചു നോക്കിയതുകൊണ്ട് അദ്ദേഹം അപ്പം തന്നെ വിളിച്ചു. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ഇങ്ങനെ ഫോട്ടോസ് അയക്കാൻ വേണ്ടി. അപ്പം പിന്നെ ശ്രീകുമാർ സാർ എന്ന് പറഞ്ഞു ഫോട്ടോസ് അയക്കാനൊന്നും നിൽക്കണ്ട, വെയിറ്റ് ചെയ്യണ്ട, ചിലപ്പം സമയം നല്ലതായിരിക്കും, അതുകൊണ്ട് അടുത്ത വണ്ടിക്ക് ചെന്നൈയിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ ആ വരുന്ന വീക്കെൻഡിൽ ഞാൻ നമ്മുടെ തമ്പാനൂർ അരിസ്റ്റോ ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ എയർ ബസ് പിടിച്ച്, അന്ന് എനിക്ക് ബസ്സാണ് ബുക്ക് ചെയ്യാൻ തോന്നിയത്, എനിക്കറിയില്ല. എന്ന് വെച്ചാൽ അന്ന് ഞാൻ സിംഗിളാണ്, എനിക്ക് അത്യാവശ്യം ശമ്പളമുണ്ട്. ആക്ച്വലി ഫ്ലൈറ്റൊക്കെ എടുക്കാമായിരുന്നു, പക്ഷേ ഫ്ലൈറ്റിനെ പറ്റിയൊന്നും ചിന്തിച്ചിട്ടില്ല. ഞാൻ ഈ എയർ ബസ്സിൽ ചെന്നൈ പോയി. എന്നിട്ട് അരയൺ സാറിനെ കണ്ടു. അങ്ങനെ അരയൺ സാർ എന്നോട് ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഞാൻ ഒരു രീതിയിൽ ഞാൻ സ്റ്റേജിൽ ഞാൻ മാച്ച് ആവുന്ന ഒരാളല്ല. എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും സ്റ്റേജ് ഫിയർ ഉണ്ട് എന്നൊക്കെ ഞാൻ കാര്യങ്ങൾ എൻ്റെ വളരെ ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ അരയൺ സാർ പറഞ്ഞു കുഴപ്പമില്ല, ചെറിയ സ്പാർക്ക് കിട്ടിയാൽ മതി, ബാക്കി നമുക്ക് മാനേജ് ചെയ്യാം. പിന്നെ ഫോട്ടോ സെഷൻ ഉണ്ടായിരുന്നു, പിന്നെ എന്നെ അഭിനയിപ്പിച്ച് 1-2 ഡയലോഗ്സ് ഒക്കെ തന്നു. അങ്ങനെ തന്നെ മൂന്നാമത്തെ ഓഡീഷനിലാണ് പിന്നെ എന്നെ കൺഫേം ചെയ്തത്. സെറ്റൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സാർ അവിടുത്തെ? സെറ്റ് അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ ഈ സിനിമ ഫുഡ് ഇപ്പം നമ്മൾ വീട്ടിൽ ഇപ്പോൾ ഓണത്തിനൊരു സദ്യയാണെങ്കിൽ തന്നെ നമുക്കൊരു 3-4 വിഭവങ്ങൾ കാണും അല്ലേ, പിന്നെ ഒരു അച്ചാർ അല്ലേ, അങ്ങനെ പിന്നെ ഉപ്പേരി, ഇതൊക്കെ കൂട്ടി ഒരു 6 എണ്ണം കാണുമെന്ന് വിചാരിക്കുക. സിനിമ സെറ്റിൽ ആക്ച്വലി ഒരുപാട് വിഭവങ്ങളുണ്ട്. അപ്പം നല്ല കഴിക്കുന്ന പ്രായമാണല്ലോ. പിന്നെ സിനിമ കണ്ടിന്യൂ ചെയ്യാനൊന്നും അന്ന് ആലോചിച്ചിട്ടുമില്ല. അപ്പം പിന്നെ തടി വെച്ചാൽ എന്ത് എന്നുള്ളൊരു രീതിയാണ്. അപ്പം ഭയങ്കര ടേസ്റ്റിയാണ് ഫുഡ്. രാവിലെ മൂക്കറ്റം കഴിക്കും, ഉച്ചയ്ക്ക് മൂക്കറ്റം കഴിക്കും, രാത്രി മൂക്കറ്റം കഴിച്ചിട്ടാണ് കിടന്ന് ഉറങ്ങുന്നത്. അപ്പം ഇതൊക്കെ ഭയങ്കര ആഘോഷമാണ് എനിക്ക്, ഈ ഫുഡും. പിന്നെ പല പല ലൊക്കേഷൻസിലേക്ക് പോകുന്നു. പിന്നെ നമുക്ക് ചിലവൊന്നുമില്ലല്ലോ. ഹോട്ടലിന് പ്രൊഡ്യൂസർ പേ ചെയ്യുന്നു, ഫുഡിന് പ്രൊഡ്യൂസർ പേ ചെയ്യുന്നു, ട്രാവലിങ് അവർ പേ ചെയ്യുന്നു. അപ്പോൾ വൻ സംഭവമാണല്ലോ. അപ്പം അങ്ങനെ പിന്നെ കുറേ പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. പിന്നെ എനിക്ക് പേടിയൊന്നുമില്ലായിരുന്നു. ഈ സ്റ്റേജിലുള്ള ഫിയർ എനിക്ക് ക്യാമറയുടെ മുമ്പിലില്ലായിരുന്നു. അതെന്തോ ദൈവാനുഗ്രഹം. പിന്നെ എപ്പോഴും ബാക്ക് ഓഫ് ദ മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡിൽ എൻ്റെ കിടപ്പുണ്ടായിരുന്നു എനിക്കൊരു നല്ല ജോലിയുണ്ട് എയർടെല്ലിൽ, എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, അപ്പോൾ ഇതിലങ്ങ് ധൈര്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പിന്നെ കുറച്ചൊക്കെ ഈ ആൾക്കാരുടെ എക്സ്പ്രഷൻസൊക്കെ എനിക്ക് അനുകരിക്കാൻ പണ്ട് തൊട്ടേ ഞാൻ ചെയ്യാറുണ്ടായിരുന്ന ഒരു കാര്യമാണ്. ചെറുതായിട്ട് മിമിക്രി അല്ല, മിമിക്രി വോയിസ് അങ്ങനെ എനിക്ക് എൻ്റെ വോയിസ് തന്നെ മാറ്റി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹോട്ടൽ കാലിഫോർണിയ എന്ന് പറഞ്ഞ പോലത്തെ ഞാൻ ഡബിൾ റോളാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരാൾ ഹിന്ദിക്കാരൻ, അപ്പോൾ ഹിന്ദിക്കാരൻ ഞാൻ തന്നെ ഡബ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മറ്റേ ക്യാരക്ടറിന് എന്നോട് വാവ കൊട്ടാരക്കര എന്ന് പറഞ്ഞ അസോസിയേറ്റ് ആണ്. അപ്പം വോയിസ് ഒന്ന് മാറ്റി പിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് ട്രൈ ചെയ്തു, പക്ഷെ പറ്റിയില്ല. പിന്നെ ഞാൻ അന്ന് രാത്രി പോയിട്ട് ചേട്ടാ എനിക്ക് ഒരു ദിവസം സമയം എന്താ, ഞാൻ വോയിസ് മാറ്റുന്ന പ്രക്രിയ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയി ഷവറിലൊരു 15-20 മിനിറ്റ് നിന്നു. ജലദോഷം വന്നില്ല.
പിന്നെ അത് ഡബ് ചെയ്തത് മുസ്തഫ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഡയറക്ടറല്ലേ മുസ്തഫ, പുള്ളിയാണ്. മലപ്പുറം സ്ലാങ്ങും വന്നായിരുന്നു. പിന്നെ മലപ്പുറം സ്ലാങ് പറഞ്ഞ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം KL 10 ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്ലാങ് അല്ലായിരുന്നു എൻ്റെ വിഷയം, ഈ വോയിസ്. അപ്പോൾ ഇതല്ലെങ്കിൽ ഈ 2 ക്യാരക്ടർ ഒരേപോലെ ഇരിക്കുന്നത് ഭയങ്കര യാദൃശികമാവും, വോയിസും കൂടെ സെയിം ആവുമ്പോഴത്തേക്കും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എന്തായിരുന്നു നമ്മൾ സംസാരിച്ചോണ്ടിരുന്നത്? സെറ്റ് അപ്പോൾ സെറ്റായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ഹരിഹരൻ സാറ് എൻ്റെ ഫാദറിനെക്കാളും എനിക്കൊന്ന് 1-2 വയസ്സിന് മൂത്തതാണ്. അപ്പം എനിക്കൊരു ഫാദർലി ഫിഗറായിരുന്നു. അപ്പോൾ അദ്ദേഹം ശാസിച്ചിട്ടുണ്ട് ഇടയ്ക്ക്, പക്ഷെ ഫീൽ ചെയ്യില്ലായിരുന്നു. എന്ന് വെച്ചാൽ അച്ഛൻ ചീത്ത പറയാറില്ല, അതുപോലെ തന്നെ ഒക്കെയായിരുന്നു നമ്മൾ എടുത്തോണ്ടിരുന്നത്. ആ സ്കൂളിൽ നിന്ന് ഞാൻ പഠിച്ചത് കൊണ്ടാണ് എനിക്കിന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാൻ പറ്റുന്നത്. ബിക്കോസ് ലെജൻഡറി ഫിലിം ഡയറക്ടറാണ്. എനിക്ക് സിനിമയിൽ വീണ്ടും വീണ്ടും ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയത് ഹരിഹരൻ സാറിൻ്റെ പടത്തിൽ വന്നുകൊണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് കാരണം. എനിക്ക് ഈ സിനിമ വന്നിട്ട് പിന്നെ പടങ്ങളില്ലാണ്ടിരിക്കുകയും അങ്ങനെ, അതായത് ഞാൻ സിനിമ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളൊരു തീരുമാനം എടുത്തു. സെയിൽസൊക്കെ വിട്ട് അത് കഴിഞ്ഞിട്ട് സിനിമ ഇല്ലാണ്ടിരിക്കുകയും പിന്നെ അങ്ങനെ ഒരു സക്സസ് കിട്ടാണ്ടിരിക്കുകയും. ഞാൻ സക്സസ്ഫുൾ ഫിലിംസിൽ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് സക്സസ് കിട്ടാണ്ടിരിക്കുന്നതിൻ്റെ കാരണം എനിക്ക് വളരെ വ്യക്തമായിട്ട് എനിക്ക് അഭിനയിക്കാൻ അറിയില്ലായിരുന്നു. ഡയലോഗ് എങ്ങനെയെങ്കിലും കറക്റ്റായിട്ട് പറയുക എന്നുള്ളത് മാത്രമായിരുന്നു ലക്ഷ്യം, അല്ലാതെ അത് ഇമോട്ട് ചെയ്ത് നമ്മൾ ഡയലോഗ് പറയണമെന്നുള്ള ഒരു സംഭവം വന്നില്ലായിരുന്നു. അപ്പോൾ ഡയലോഗ് കറക്റ്റായിട്ട് പഠിച്ചിട്ട് പറഞ്ഞാൽ നമ്മൾ ലാലേട്ടനോ മമ്മൂട്ടി സാറോ ആയെന്നുള്ളതാണ് നമ്മുടെ ഒരു കണക്ക് കൂട്ടൽ. അത് പിന്നെ ലേറ്റർ പിന്നെ എൻ്റെ പടങ്ങൾ കാണുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, ഇതല്ല സൈജു പരിപാടി, ഇതിൻ്റെ അകത്ത് മുഖത്ത് ഭാവം വരണം. അത് എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. പിന്നെ ലൈഫ് എക്സ്പീരിയൻസസ് ആണ് എന്ന് തോന്നുന്നു ഒരു പരിധിവരെ എനിക്ക് ഹെൽപ്ഫുൾ ആയത്. മയൂഖത്തിന്റെ സെറ്റാണെന്ന് പറഞ്ഞു. മയൂഖത്തിന്റെ സെറ്റിൽ ചെറിയൊരു വിഷയം ഞങ്ങൾ അറിഞ്ഞു. ഈ മമത മോഹൻദാസ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീനില് ചേട്ടൻ മമതനെ ഹഗ് ചെയ്യുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് മമത അത് നിരസിച്ചു, അത് എതിർത്തു എന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഡയറക്ടറൊക്കെ ഇടപെട്ടാണ് അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തത് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ആ സീൻ ഷൂട്ട് ചെയ്തത്. അല്ല എന്തെങ്കിലും സത്യാവസ്ഥയാണ്? ഇല്ല, അത് മമത നിരസിച്ചു എന്നുള്ളതല്ല, ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയി. മമത ഓൾസോ സിൻസ് ഷി വാസ് ന്യൂ ടു ദ ഇൻഡസ്ട്രി, മമത ഭയങ്കര കോൺഷ്യസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ ബീച്ചിൽ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ആ ഷോട്ടിൽ ഈ ഡയലോഗ്സ് എല്ലാം പറഞ്ഞതിന് ശേഷം, അതായത് മമതയുടെ കഥാപാത്രത്തിന് എൻ്റെ കഥാപാത്രത്തിനോട് ഉള്ളിൽ പ്രണയമുണ്ട്, എനിക്കുണ്ട്. ഞാനിത് ഓപ്പണായിട്ട് പറയുന്നുണ്ട്. പക്ഷെ മമതയ്ക്ക് ഒരു അസുഖമുണ്ടല്ലോ ആ സിനിമയിൽ. അപ്പം മമതയ്ക്ക് അതുകൊണ്ട് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. അപ്പം ഞാനിത് ഭയങ്കരമായിട്ട് ഇമോഷണലി ബേസ്റ്റ് ഔട്ടായിട്ട്, അപ്പോൾ ഹരിഹരൻ സാറ് എന്നെ കാണിച്ചു തരുവാണ് ഞാൻ മമതയോട് എന്താ ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഇവിടെ 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 ഇവിടെയൊക്കെ ഉമ്മ വയ്ക്കണം. ഓക്കെ, അപ്പോൾ അത് ഹരിഹരൻ സാറ് വളരെ രസമായിട്ട് കാണിച്ചു തന്നു. അപ്പം ഞാനത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഞാനിങ്ങനെ കെട്ടിപ്പിടിച്ചു, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഷോൾഡറിൽ പിടിച്ചു, എന്നിട്ട് ഹരിഹരൻ സാറ് പറഞ്ഞ സ്ഥലത്തൊക്കെ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അത് ഭയങ്കര ആർട്ടിഫിഷ്യൽ അല്ലേ, അതായത് ഫ്ലോയിൽ വരണമല്ലോ. അപ്പൊ ഈ ഫ്ലോ എങ്ങനെ കൊണ്ടുവരണമെന്ന് എനിക്കറിയില്ല. എന്ന് വെച്ചാൽ അതുവരെ എനിക്കൊരു കാമുക ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഭാര്യ ആ സമയത്ത് ഇല്ലായിരുന്നു. ഇതൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ല. അപ്പോൾ അതായിരുന്നു അന്നത്തെ ഒരു വിഷയം. അപ്പം ഹരിഹരൻ സാറ് പറഞ്ഞു, യു തിങ്ക് ദാറ്റ് യു റിയലി ലവ് ഹർ, എന്നിട്ട് അതായത് കഥാപാത്രത്തിനെ അങ്ങനെ ഉൾക്കൊള്ളു, എന്നിട്ടത് നോർമലി ചെയ്താൽ അത് ഓക്കെ ആയിരിക്കും. അപ്പോൾ അതൊന്നും നിങ്ങൾ എടുത്ത് കണ്ടാൽ മതി. അത് ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ബട്ട് മേ ബി ഇപ്പം ഞാൻ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ വൃത്തിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ബിക്കോസ് നമുക്ക് ഇപ്പോൾ കുറേ പടങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് എല്ലാ പടത്തിലും ഉപയോഗിക്കുന്നില്ല, പക്ഷേ ഇമോട്ട് ചെയ്യാനുള്ള എക്സ്പീരിയൻസ്. 2005 മയൂഖ ഇറങ്ങിയെങ്കിലും അതിനുശേഷം ഒരുപാട് സിനിമകളിൽ ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ 2015 ഇറങ്ങിയ ആട് മൂവിയിലെ ക്യാരക്ടർ, അബു എന്ന ക്യാരക്ടർ, അതാണോ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ഏറ്റെടുത്തത്. അപ്പം ആടിലോട്ട് എങ്ങനെയായിരുന്നു, ആ മൂവിയിലോട്ടുള്ള യാത്രയും അതുപോലെ തന്നെ ആ സിനിമ ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ ചേട്ടൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇത്രയും ഹിറ്റാവും, ജനങ്ങൾ ഇത്രയും ഏറ്റെടുക്കും എന്നുള്ളത്? ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 155ഓളം പടങ്ങളായിട്ടുണ്ട്. ഈ 155 പടങ്ങളിൽ 157 കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. 2 പടത്തിൽ ഡബിൾ റോൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓരോ പടം ചെയ്യുമ്പോൾ
ഇത് ഉറപ്പ് ഹിറ്റെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഞാൻ അത്രയും മനസ്സോടെയാണ് സിനിമ കാണുന്നത്, ആ കഥാപാത്രത്തിനെ കാണുന്നത്. സിനിമ വരുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എവിടെയെങ്കിലും സിനിമ എന്തായാലും ഹിറ്റാകുമല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ സിനിമ വന്നപ്പോഴത്തേക്കും പ്രാക്ടിക്കാലിറ്റി മനസ്സിലായി. പക്ഷെ ഞാൻ ചെയ്യുമ്പം ആ പടം ഹിറ്റാവും, ആ കഥാപാത്രം ഹിറ്റാവും എന്നുള്ളൊരു വിചാരത്തിലാണ്. അപ്പോൾ ഇത് ആടിലും ഈ പറഞ്ഞ പോലെ ഞാൻ അത്യാവശ്യം ചാൻസ് ചോദിക്കുന്ന ഒരാളാണ്. ചാൻസ് ചോദിച്ചു വിജയബാബുവിനോട്. വിജയബാബു മിഥുനായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ ആണ് ഞാൻ ആടിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ കഥാപാത്രം എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ബാക്കിയുള്ള സിനിമയുടെ കഥാപാത്രങ്ങളൊക്കെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയാമായിരുന്നു എന്നല്ല ഞാൻ പറയണത്. പക്ഷേ നമുക്ക് ലൊക്കേഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയറക്ടർ ആൻഡ് ദ റൈറ്റർ, റൈറ്ററും ഡയറക്ടറും ഒരാളാണെങ്കിൽ ഭയങ്കര നല്ലതാണ്, കുറച്ചുകൂടെ എനിക്ക് ഈസിയാണ്. അപ്പം മിഥുൻ തന്നെയാണല്ലോ എൻ്റെ റൈറ്റർ. അപ്പം മിഥുനോട് ഞാൻ അപ്പം അന്ന് എനിക്ക് ബ്രേക്ക് കിട്ടിയെങ്കിലും അങ്ങനെ തുരുതുര പടങ്ങളുണ്ട്, പക്ഷെ അങ്ങനെ. അപ്പോൾ ചാൻസ് ചോദിച്ചിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഒന്ന് മിഥുനേക്ക് ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മിഥുനെ വിളിച്ച് ചോദിച്ചു, മിഥുൻ ഞാൻ എന്തെങ്കിലും ബോഡി ലാംഗ്വേജിലോ എന്തെങ്കിലും ഞാൻ പ്രിപ്പറേഷൻ എന്തെങ്കിലും വേണോ, എന്തെങ്കിലും ഹോംവർക്ക് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ മിഥുനെ ഞാൻ വെറുതെ ചോദിക്കുകയാണെന്ന് മനസ്സിലായിട്ടാണോ എന്താണെന്നറിയില്ല, മിഥുൻ എന്നോട് പറഞ്ഞ്, ചേട്ടൻ ഒന്നും വേണ്ട, ചേട്ടൻ ലൊക്കേഷനിലേക്ക് അങ്ങനെ താടി മീശ വളർത്തിയിട്ട് വന്നാൽ മതി, ബാക്കി നമുക്ക് അവിടെ വെച്ച് നോക്കാം. ശരി. അങ്ങനെ താടി മീശയൊക്കെ വളർത്തിയിട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് റോണെക്സ് ആ ഒരു ബുൽഗാനും മീശ പിരിച്ചു വയ്ക്കലും ഇവിടെ ഒരു വെട്ടിൻ്റെ മാർക്കും അങ്ങനെ കോണ്ടാക്ട് ലെൻസ് തന്നിരുന്നു. അപ്പോൾ ഈ കോണ്ടാക്ട് ലെൻസ് ഞാൻ അതിനു മുമ്പ് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ ശീലമില്ലാത്തൊരു സാധനമാണ്. അപ്പോൾ ഒരു എക്സ്റ്റേണൽ എലിമെന്റ് നമ്മുടെ കണ്ണിലിരിക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നി. പിന്നെ ഞാൻ യൂസ്ഡ് ആയി. പിന്നെ കോസ്റ്റ്യൂം എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സ്ക്രിപ്റ്റിൽ വളരെ വ്യക്തമായിട്ട് അറക്കലപൂവിന് ഈ ഇപ്പം നിങ്ങൾ കാണുന്ന സ്പേസ് ആണുള്ളത്. പിന്നെ അറക്കലപൂവിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ടിലൊരു ഗുണമെന്ന് വെച്ചാൽ എല്ലാ സീനിലും പഞ്ച് ഡയലോഗ്സ് പറയുന്ന അറക്കലപൂവാണ്. അപ്പം അങ്ങനെ ഇതെല്ലാം കൂടെ ആയി. പിന്നെ ഇത് ഷൂട്ട് ചെയ്തതും പിന്നെ വിഷ്ണു നാരായണനാണ് അത് ക്യാമറ ചെയ്തത്. നല്ല ഹ്യൂമറായിരുന്നു പടം. നല്ല ലൊക്കേഷൻസും ബ്യൂട്ടിഫുൾ ഫ്രെയിംസും. പിന്നെ ഫ്രൈഡേ ഫിലിംസ് പോലത്തെ ഒരു വലിയ കമ്പനി അത് എന്താണ് ബാക്കപ്പ് ചെയ്യുന്നു. അപ്പം ഉറപ്പ് ഹിറ്റെന്ന് തന്നെയാണ് വിചാരിച്ചത്. ഞാൻ ഇൻഫാക്റ്റ് ഫസ്റ്റ് ഡേ പദ്മയിൽ പോയി സിനിമ കണ്ടപ്പോഴത്തേക്കും വലിയ തിയേറ്ററിൽ ഹൗസ്ഫുള്ളായിരുന്നു. ഞങ്ങൾ പുറത്തിറങ്ങുമ്പം വീണ്ടും ഹൗസ്ഫുള്ളിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. ആൾക്കാർ തിയേറ്ററിൽ നിന്ന് ഭയങ്കര ആഹ്ലാദവും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഭയങ്കര ക്ലാപ്പടിയും ചിരിയൊക്കെ ആയിരുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചെന്നറിയില്ല, ഫോർത്ത് ഡേ ഓൺവേർഡ്സ് കളക്ഷൻ കുറയാൻ തുടങ്ങി. പിന്നെ അങ്ങനെ കുറഞ്ഞ് ബട്ട് ആസ് എ പ്രൊഡ്യൂസർ വിജയബാബു വാസ് സേഫ് ബിക്കോസ് കിട്ടിയ കളക്ഷനും പിന്നെ അതിൻ്റെ ബിസിനസ്സും എല്ലാ ആസ്പെക്റ്റും വെച്ചിട്ട് ഐ തിങ്ക് ബ്രേക്ക് ഇവൻ ആയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ലെൻസിൻ്റെ കാര്യം ഇപ്പോൾ ഒരു ദിവസം എന്ത് പറ്റിയെന്ന് വെച്ചാൽ, അപ്പോൾ ഈ ലെൻസ് വെച്ചിട്ട് ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. സോ അപ്പോൾ ഈ ലെൻസ് നമുക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ എന്നോട് റോണെക്സ് ഓൾറെഡി പറഞ്ഞു, ചേട്ടാ ഇത് ഇടയ്ക്കൊക്കെ ഊരി ഇത് സൊല്യൂഷനിലിട്ടിട്ട് മാത്രമേ അത് നമ്മൾ എന്താണ് അതിൻ്റെ ഇടയ്ക്ക് അന്ന് ക്യാരവനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ ആൾക്കാരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതിനെപ്പറ്റിയൊന്നും ആലോചിക്കുന്നില്ല. അപ്പോൾ ഒരു ദിവസം രാവിലെ 8 മണിക്ക് ഞാനിത് വെച്ചിട്ട് ഉച്ചയ്ക്ക് ഊരിയില്ല. അന്ന് വൈകുന്നേരം 9 മണി വരെ ഷൂട്ട് ഉണ്ടായിരുന്നു. പക്ഷെ 9 മണിക്ക് ഡിസൈഡ് ചെയ്യുകയാണ്, ഇല്ല നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് ഓവർനൈറ്റ്. അപ്പോൾ അങ്ങനെ രാവിലെ 4:30 വരെ കണ്ട് ഷൂട്ട് ചെയ്തു. ഇത് ഒരു പ്രാവശ്യം പോലും സൊല്യൂഷൻ ഇടാണ്ട് ഞാനിത് കണ്ണിൽ വെച്ചിരിക്കുകയാണ്. ഞാനിത് മറന്നേ പോയി. പിന്നെ നമ്മൾ യൂസ് ടു അല്ലേ, ലെൻസ് ഉണ്ടെന്നൊന്നും നമ്മൾ ഓർക്കുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വീണ്ടും ലൊക്കേഷനിലേക്ക് വരികയാണ് ഒരു 10:30-11 മണിക്ക്. അപ്പോൾ ഈ തൃപ്പൂണിത്തറ വഴി ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ഞാൻ വണ്ടിയുടെ ഫ്രണ്ടിലായിരിക്കുന്നത്. ഈ സൺലൈറ്റ് അടിച്ചിട്ട് എനിക്ക് പതിവില്ലാത്തതിനേക്കാളും കൂടുതൽ ഇറിറ്റേഷൻ കണ്ടു ഞാൻ. അപ്പോൾ നമ്മൾ ഈ ഉറക്കം ശരിയായില്ലെങ്കിൽ നമുക്ക് സൺലൈറ്റ് അടിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഞാൻ അതാണെന്ന് വിചാരിച്ചത്. പക്ഷെ രാത്രിയിലും എനിക്ക് ഈ പ്രശ്നം, ഭയങ്കര ഇറിറ്റേഷൻ. അങ്ങനെ പിന്നെ പിറ്റേ ദിവസം ഐ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോഴത്തേക്കും കോർണിയയുടെ പെരിഫറിൽ ഒരു സ്ക്രാച്ച്, ചെറിയൊരു സ്ക്രാച്ച്. അപ്പം ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഞാനിത് പറഞ്ഞു അതാണ് സംഭവം. ബിക്കോസ് ഇത് ഇടയ്ക്ക് സൊല്യൂഷനിൽ ഇട്ട് ലൂബ്രിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ അതിന് ഫ്രിക്ഷൻ ഉണ്ടാവും. അങ്ങനെ സംഭവിച്ചതാണ്. അപ്പോൾ അങ്ങനെ അവർ ഡ്രോപ്സ് ഒക്കെ തന്ന് ഞാൻ പിറ്റേ ദിവസം ലൊക്കേഷനിൽ പോയി. ഞാൻ പറഞ്ഞ്, മിഥുൻ എനിക്ക് ലെൻസ് വയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പം മിഥുൻ എന്നോട് പറഞ്ഞതാണ്, സൈജു കുറുപ്പിൻ്റെ കണ്ണിൽ ലെൻസ്
കുറച്ച് സീൻസിൽ ഇല്ലെന്ന് വെച്ച് ഈ പടത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ചേട്ടൻ ധൈര്യമായിട്ട് വിത്തൗട്ട് ലെൻസ് അഭിനയിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് ചില സീൻസിലൊക്കെ ഇപ്പോൾ മറ്റേ സീനൊക്കെ ഇല്ലേ, എന്നെ കൊണ്ടത് പറ്റുമെന്ന് തോന്നുന്നില്ല, അതിൻ്റെ അകത്ത് ലെൻസ് വെച്ചിട്ടില്ല. പക്ഷെ എൻ്റെ ഇൻട്രോയിലൊക്കെ ലെൻസ് ഉണ്ട് താനും. അതെ. ചേട്ടാ ഇപ്പം 157ഓളം ക്യാരക്ടേഴ്സ് ചെയ്തെന്ന് പറഞ്ഞു. ചേട്ടൻ്റെ പേഴ്സണലി ചേട്ടൻ്റെ ഇമോഷണലി ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റിയ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ടും എനിക്ക് ഈ ക്യാരക്ടറിൽ നിന്ന് ഇറങ്ങണ്ട അങ്ങനെ എന്തെങ്കിലും തോന്നി ഏതെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ലില്ല, അങ്ങനെ എന്താണ് ഇത് കേറിയല്ലേ ഇറങ്ങുന്നതിനെ പറ്റി ആലോചിക്കും. അങ്ങനെ ഈ ക്യാരക്ടർ എൻ്റെ ഉള്ളിൽ നിന്ന് പോകണ്ടെന്നൊന്നും അങ്ങനെ ഒരു ക്യാരക്ടറും തോന്നിയിട്ടില്ല. എൻ്റെ ഇപ്പം ആസ് എ പേഴ്സൺ കുറച്ചുകൂടി എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇത് സൈജു കുറുപ്പ് പോലത്തെ ഒരു കഥാപാത്രമാണെന്ന് ഫീൽ ചെയ്യുന്നത് ആൻമറിയ കലിപ്പിലാണ് സിനിമയിൽ ഡോക്ടർ റോയ് എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അത് എനിക്ക് തോന്നുന്നത് ഞാൻ തന്നെയാണ്. അച്ഛൻ മകളുടെ മാത്രമല്ല, അയാളുടെ മൊത്തത്തിലുള്ളൊരു ക്യാരക്ടറൈസേഷൻ അങ്ങനെയാണ്. അതിൻ്റെ അകത്ത് ഭാര്യയായിട്ട് പ്രശ്നമുണ്ട് ആൾക്ക്, അതെനിക്കില്ല കേട്ടോ, അതെടുക്കണ്ട. പക്ഷെ ബാക്കി ജനറലി അയാളുടെ ഒരു മൊത്തത്തിലുള്ള ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ എൻ്റെ തന്നെയാണ്. പിന്നെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ അഭിനയിച്ചപ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇനി വേറെ നടന്മാർ അഭിനയിച്ച അത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ നന്നായിട്ട് ചെയ്യായിരുന്നു, എനിക്ക് കിട്ടിയ കൊള്ളായിരുന്നു, അങ്ങനെ ഏതെങ്കിലും ക്യാരക്ടർ ഉണ്ടോ? പണ്ടൊക്കെ സിനിമ വരുന്നതിന് മുമ്പ് ചിന്തിച്ചിരുന്നു ഈ ക്യാരക്ടർ ഞാനായിരുന്നു പൊളിച്ചതന്നെയാണ്. അപ്പോൾ സിനിമ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. അപ്പോൾ സിനിമ വന്നതിന് ശേഷം അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഒരുപാട് കഥാപാത്രങ്ങൾ ഞാൻ കൊച്ചിലോട്ട് കണ്ടിട്ടുള്ളതും അല്ലാത്തതൊക്കെ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ എനിക്ക് ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളൊരു അങ്ങനെ തോന്നുമല്ലോ നമുക്ക്, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. അല്ലാതെ ഒരാളത് ചെയ്തു അത് ഞാൻ ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളത് സിനിമ വന്നതിന് ശേഷം എനിക്ക് തോന്നിയിട്ടില്ല. ചേട്ടാ ഒരുപാട് ക്യാരക്ടർ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ട് തോന്നുന്ന അഭിലാഷ് മൂവിയിൽ അഭിലാഷ് കുമാർ എന്ന ക്യാരക്ടർ, അത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ. ചേട്ടാ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുമില്ല മുന്നേ. അപ്പം അഭിലാഷ് കുമാറിലോട്ട് ആവുന്നതിനിടയിൽ എന്തെങ്കിലും പ്രിപ്പറേഷൻസോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആക്ച്വലി ഒരു സിനിമ ഒഴിച്ച് ബാക്കി ഒന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. അഭിലാഷത്തിലും അങ്ങനെ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇപ്പം ലാലേട്ടനൊക്കെ പറഞ്ഞു കേട്ടില്ല ഒരു മാജിക് സംഭവിക്കുന്നത്, അതുപോലത്തെ മാജിക്കാണ് ഈ പറഞ്ഞ എൻ്റെ ഇതിലും സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ അഭിലാഷായിട്ട് ഇപ്പം അതിൻ്റെ പ്രോഡക്ട്സ് തന്നെയായിരുന്നു എൻ്റെ. എനിക്ക് ആക്ച്വലി എൻ്റെ അകത്തെ ആ ലുക്ക് ഇവർ ഡിസൈൻ ചെയ്തപ്പം എനിക്കത് സത്യം പറഞ്ഞാൽ ഇഷ്ടമായിരുന്നില്ല. എന്നുവെച്ചാൽ ഞാൻ എന്നെ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അപ്പം നമ്മൾ കാണാത്തൊരു സാധനം കാണുമ്പോൾ ഒരു പ്രശ്നമുണ്ടല്ലോ. പക്ഷെ ഷംസു സൈബ ഭയങ്കര അഡമൻ്റ് ആയിരുന്നു. സൈജു കുറുപ്പ് എതിരായിട്ട് സൈജു കുറുപ്പിനെ കണ്ട പോലെ അല്ല ഈ സിനിമയിൽ കാണേണ്ടത്, എൻ്റെ അഭിലാഷ് ഇങ്ങനെയാണ്. അപ്പം പിന്നെ സംവിധാനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പീലൊന്നുമില്ല. അങ്ങനെ റോണക്സ് തലേദിവസം വന്നിട്ട് അപ്പം മുടിയും താടിയും മീശയൊക്കെ മൊത്തം വളർത്തി ഇതേപോലെ ആടിന് ഞാൻ പോയ പോലെ പോയി. എന്നിട്ട് മുടി അതേപോലെ മുടി വെട്ടിയില്ല. അപ്പം മുടി അവർക്ക് ഇവിടുന്ന് ഇങ്ങനെയൊക്കെ വേണമായിരുന്നു. അപ്പം മുടി എനിക്കൊന്ന് 3 മാസം എങ്ങാണ്ട് വളർത്തിയായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ എൻ്റെ കൂടെ ഹെയർ സ്റ്റൈലിസ്റ്റ് ഒന്നും ഇല്ല എപ്പോഴും. നമ്മൾ ഈ ഷൂട്ടിങ്ങിന് പോകുമ്പോഴാണ് അവിടെ ഹെയർ സ്റ്റൈലിസ്റ്റ് ഉള്ളത്. അപ്പോൾ ഈ എൻ്റെ മുടിക്ക് ചെറിയ കേൾസ് ഉണ്ട്. ഇത് വലുതായി നീളം വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ ചീപ്പ് വെച്ചാൽ ഇരിക്കില്ല. ഇവിടുന്ന് മുങ്ങിയിരിക്കും. അപ്പോൾ എനിക്ക് പുറത്തിറങ്ങാൻ വലിയ പ്രയാസമായിരുന്നു. അപ്പോൾ എനിക്ക് 3 മാസം വരെയും ഇത് ഒരു പരിധിവരെ വളർന്നതിന് ശേഷം ഞാൻ ഇടയ്ക്ക് വിളിച്ചു പറയും, ഷംസു എനിക്ക് പറ്റില്ല, ഞാൻ റോണക്സിനെ വിളിച്ചു ഞാൻ മുടി ഒന്ന് ചെറുതായിട്ട് ട്രിം ചെയ്തോട്ടെ, ചേട്ടാ ചെയ്യല്ലേ വളർന്നത്രയും വളർന്നോട്ടെ എന്ന് പറയും. എന്നിട്ട് ഞാൻ ഡെക്കാത്തലോണിൽ പോയി മറ്റേ ഒരു സാധനമുണ്ട്, അതൊക്കെ മേടിച്ച് വച്ചാണ് നടന്നുകൊണ്ടിരുന്നത്. അതിനെന്താ പറയണമെന്നറിയില്ല. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മെയിൻറ്റെയിൻ ചെയ്യാൻ. പക്ഷേ ലൊക്കേഷനിൽ പിന്നെ ആളുണ്ടല്ലോ. അങ്ങനെ അഭിലാഷ് എന്ന് പറഞ്ഞ കഥാപാത്രം ഞാൻ ചെയ്യാൻ തുടങ്ങി. ഈ അഭിലാഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറും അതിനകത്ത് ചെറിയ ഷെയ്ഡ്സ് ഓഫ് സൈജു കുറുപ്പുണ്ട്. ഈ പറയാൻ മടി കാണിക്കുന്ന, അപ്പൊ എനിക്ക് പല ആൾക്കാരെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തപ്പം റിജക്ഷൻ ഉണ്ടായത് 11ാം ക്ലാസ്സിൽ. അപ്പൊ ആ റിജക്ഷൻ ഭയങ്കരമായിട്ട് തന്നെ എന്താണ് ഇത് ചെയ്തു, ഹേർട്ട് ചെയ്യുകയല്ല ചെയ്തത്, എന്റെ കോൺഫിഡൻസ് പോയി അവിടെ. മനസ്സിലായില്ല. പിന്നെ അടുത്തൊരു അറ്റംപ്റ്റിന് എനിക്ക് പറ്റിയില്ല. പക്ഷെ ഒരുപാടല്ല, കുറച്ച് ആൾക്കാരൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പൊ അവരോടൊക്കെ ഇതിങ്ങനെ തുറന്നു പറയണമെന്നൊക്കെയുള്ള ആഗ്രഹം ആരെയും നിങ്ങൾക്ക് കാണുമല്ലോ. അപ്പൊ അതേപോലെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പറഞ്ഞിട്ടില്ല.
പിന്നെ വൈഫിനെ പ്രപ്പോസ് ചെയ്തത് ദൈവമായിട്ട് മൊബൈൽ കൊണ്ടുവന്നു. അതെ. അപ്പൊ ഞാൻ മെസ്സേജ് അയച്ചു. നേരിട്ട് പറയണ്ടല്ലോ, റിജക്ഷൻ ആണെങ്കിൽ അത് ഫോണിൽ കൂടെ തന്നെ ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ ഒരുപാട് ഇന്റർവ്യൂസിൽ ഭാര്യനെ പറ്റി പറയാൻ കേട്ടിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നു നല്ലൊരു ഇമോഷണൽ കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഭാര്യ എങ്ങനെയാണ് ചേച്ചി പേഴ്സണലി ആയാലും പ്രൊഫഷണൽ ലൈഫിലായാലും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്? ഈ ടോപ്പിക്ക് വിട്ടാൽ കുഴപ്പമുണ്ടോ? അതിന്റെ കാരണം എന്ന് വെച്ചാല് ഇപ്പൊ ഒരുപാട് ഇന്റർവ്യൂസിൽ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ കഴിഞ്ഞ ഇന്റർവ്യൂല് നേരെ ചൊവ്വയില് വീണ്ടും ഞാൻ ഭാര്യയെ പറ്റി ഭയങ്കര പുറത്തി പറഞ്ഞു. അപ്പൊ എന്റെ ഭാര്യ കണ്ടിട്ട് പറഞ്ഞു, സൈജു ഇനിയെങ്കിലും നിർത്തത്, എന്നെ പറ്റി ഇനി എങ്ങും പൊക്കി പറയണ്ട. അത് എന്ത് പറ്റി, എന്തിനാണ് ഇത് എല്ലാ ഇന്റർവ്യൂലും പോയി ഇതൊക്കെ തന്നെ പറഞ്ഞിട്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ചോദിക്കുമ്പോഴാണ് ഞാൻ അതൊക്കെ പറയുന്നത്. അപ്പൊ ആ ടോപ്പിക്കൊക്കെ വിട്ടാലോ? അപ്പം ഓണമാണ്. അപ്പം ചേട്ടൻ്റെ ഇനി ഓണം ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരിക്കോ അതോ ഇനി കുടുംബത്തോടൊപ്പം ആയിരിക്കോ? കാരണം ഇപ്പൊ ഒരു ഷൂട്ടിംഗ് ഹരിവരാസനം നടക്കുകയാണ്. അപ്പൊ ഇനി എങ്ങനെയായിരിക്കും ഓണം സെലിബ്രേറ്റ് ചെയ്യാം? ഓണത്തിന് ഒരു ദിവസമാണ് അവധി ഷൂട്ടിങ്ങിന്. 2 ദിവസം പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് എന്റെ ഡേറ്റ് ഇഷ്യൂസ് കാരണം അത് ഒരു ദിവസമൊക്കെ ചുരുക്കി. അതായത് തിരുവോണത്തിന്റെ ദിവസം അവധി. അപ്പം 2 പ്രോബിലിറ്റീസ് ആണ്. ഒന്ന്, വൈഫും മകനും കൂടെ ഇങ്ങോട്ട് വരും, മോള് ബോംബെയില, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് നടക്കും. അതിപ്പോ ഡിസൈഡ് ചെയ്തിട്ടില്ല. സോ എന്തായാലും ഫാമിലി ആയിട്ടായിരിക്കും. അതെ അതെ അതെ. അപ്പം ഇതെല്ലാം പറയുമ്പോൾ നമുക്ക് അമ്മ സംഘടനയിലും കൂടെ ഒന്ന് വരാം. ഇപ്പം അമ്മ സംഘടന എല്ലാ വർഷവും താരങ്ങൾക്ക് ഓണക്കിറ്റ് കൊടുക്കാണ്. ചേട്ടന് ഓണക്കിറ്റ് കിട്ടിയിട്ടില്ലേ? അപ്പോ ഇപ്പം ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട്. നേതൃത്വമൊക്കെ ഇപ്പൊ ചൊല്ലി ഒരുപാട് വഴക്കുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പം അംഗം എന്ന നിലയിൽ, അമ്മയിലെ അംഗം എന്ന നിലയിൽ ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ഞാൻ എന്ത് പറയാനാണ്, എല്ലാരും പറയുന്നുണ്ടല്ലോ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നില്ലേ? ഇതൊക്കെ ഇന്റേണൽ സാധനങ്ങളല്ലേ. ഇത് അമ്മയുടെ സംഘടന ആയതുകൊണ്ടാണ് ഇതൊക്കെ നമ്മളെല്ലാവരും അറിയുന്നത്. നമ്മൾ കൂടുതൽ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് അമ്മയിലുള്ള അംഗങ്ങൾ അത് ഇന്റേണൽ ഇഷ്യൂസ് നടക്കുന്നുണ്ടെന്നാണ് ഞാനും അറിഞ്ഞത്. ഇപ്പം നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അതിനെപ്പറ്റി അറിവുള്ളത്. എന്ന് വെച്ചാൽ ഞാൻ കമ്മിറ്റിയിലൊന്നുമില്ല. അപ്പോൾ അത് അവരായിട്ട് തന്നെ അത് ശരിയായിക്കോളൂ. നമ്മൾ സമാധാനത്തോടെ ഇരിക്കുന്നതാണ്. ഇപ്പോ ആക്ടർ ഇത്രയും നാള് ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തു, ഒരുപാട് സിനിമകൾ ചെയ്തതെല്ലാം നല്ല നല്ല സിനിമകളാണ്. ഇപ്പൊ ആക്ടറിൽ നിന്ന് ഇപ്പൊ പ്രൊഡ്യൂസറിലോട്ട് കടന്നു. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ട്രാൻസിഷൻ ചേട്ടൻ എങ്ങനെ നോക്കി കാണുന്നത്? അല്ലെങ്കിൽ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതാണ് ചെയ്യാൻ എളുപ്പം ചേട്ടൻ? ഇപ്പൊ അഭിനയിക്കുന്നതാണോ അതോ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണോ ഏറ്റവും എളുപ്പം? രണ്ടും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ എനിക്ക് നല്ലൊരു പാർട്ട്ണറിനെ കിട്ടി, തോമസ് തെരുവില എന്ന് പറഞ്ഞ. അപ്പം അദ്ദേഹം മൊത്തം സ്ട്രെസ്സും ടെൻഷനും ഒക്കെ എടുത്തോളൂ, എന്നിലേക്ക് പാസ് ചെയ്യാറില്ല. എക്സിക്യൂഷൻ മൊത്തം അദ്ദേഹമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പൊ നമുക്ക് ഈ അഭിനയത്തിൽ പക്ഷെ ഒരു പാർട്ട്ണറെ കിട്ടിയിട്ട് കാര്യമില്ല. എനിക്ക് പകരം ഒരാൾ ചെയ്യുക എന്നുള്ളതില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ആസ് ഓഫ് നോ പ്രൊഡക്ഷൻ കുറച്ചുകൂടെ ഈസിയാണ്. കാരണം എൻ്റെ തലവേദന എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ആളുണ്ട്. പക്ഷെ അഭിനയം ഇസ് ഡെഫിനറ്റ്ലി ഡിഫിക്കൾട്ട്. ഈ ഭരതനാട്യത്തിന്റെ സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ എന്താണ് ഞാനും കൂടെ കോ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളൊരു എന്താണ് ആലോചനയൊന്നും ഇല്ലായിരുന്നു. ഇത് എൻ്റെ ഓഫീസിൽ വന്നിട്ട് കൃഷ്ണദാസ് തോമസ് ചേട്ടനോട് സ്ക്രിപ്റ്റ് നരേറ്റ് ചെയ്തു. തോമസ് ചേട്ടൻ ഇത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് ഓക്കെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ പോയി. കൃഷ്ണദാസും ജിതേഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോളറുണ്ട്. അവരുടെ കൂടെ പോയതിന് ശേഷം ഒരു 10 മിനിറ്റിന് ശേഷമാണ് ഞാൻ ആലോചിച്ചത് ഇതൊരു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുടുംബചിത്രമാണ്. ഹ്യൂമർ, ഫാമിലി റിലേഷൻസ് ഇതൊക്കെ പറയുന്നത്. അപ്പം നല്ലൊരു സ്റ്റാർട്ടായിരിക്കും. അപ്പം ഞാൻ തോമസ് ചേട്ടനോട്, അപ്പം എനിക്കൊരു പേടിയുണ്ടായിരുന്നത് തോമസ് ചേട്ടൻ അത് വേണ്ട ഞാൻ ചെയ്തോളാം, സഹായമൊന്നും വേണ്ട എന്നൊക്കെ പറയുമോ. പുള്ളിയൊന്നും പറയില്ല. അപ്പം ഞാൻ ചേട്ടാ ഞാനും കൂടെ പാർട്ട്ണർ ആയിക്കോട്ടെ ചോദിച്ചാൽ സ്പോണ്ടേനിയസ്ലി അപ്പം തന്നെ വിത്തൗട്ട് എ സെക്കൻഡ് ലാഗ്, ഒരു സെക്കൻഡ് പോലും ലാഗ് അടിക്കാണ്ട് നല്ല കാര്യം, വെരി ഗുഡ്, നമുക്ക് ഒരുമിച്ച് ചെയ്യാം, ഇതാണ് അദ്ദേഹം പറഞ്ഞത്. സോ വെരി ഹാപ്പി ടു ബി അസോസിയേറ്റഡ് വിത്ത് ഹിം. ആൻഡ് ആ സിനിമ വർക്കൗട്ട് ആയില്ല, OTT ലാണത് വർക്കൗട്ട് ആയത്. തോമസ് ചേട്ടൻ തന്നെ ഐഡിയ ആയിരുന്നു ഇതിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്യണമെന്ന്. ദാസനും അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല, ഞാനും ആലോചിച്ചിട്ടില്ല. തോമസ് ചേട്ടൻ പറഞ്ഞു കൃഷ്ണദാസിനോട് നീ ആലോചിക്കുക, എന്തെങ്കിലും കിട്ടും. അപ്പോൾ ദെൻ ഹി കെയിം അപ്പ് വിത്ത് ദിസ് ഐഡിയ ആൻഡ് വി എക്സിക്യൂട്ടഡ്. അപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നത് വർക്കൗട്ട് ആവുമെന്ന്. പിന്നെ സിനിമ ഇത് ഷൂട്ടിംഗ് മേക്കിംഗ് കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് 100% എനിക്ക് ഉറപ്പായിരുന്നു. ഇപ്രാവശ്യം എനിക്ക് 1% പോലും സംശയം ഇല്ലായിരുന്നില്ല ഇത് വർക്കൗട്ട് ആവില്ല എന്ന്. അപ്പം അങ്ങനെ
ഇനിയിപ്പോ അടുത്ത രാസലീല വരാൻ പോവാണ്. അടുത്ത രാസലില്ല. അതെ, അതൊരു ഡാർക്ക് കോമഡി തന്നെ ആയിരിക്കും. കോമഡി ആയിരിക്കും എന്തായാലും. പക്ഷെ അത് എന്താണ്, ത്രില്ലർ കോമഡിയാണോ ഡാർക്ക് കോമഡിയാണോ ഹൊറർ കോമഡിയാണോ എന്നുള്ള ഒരു ജോണറിനെ പറ്റി ഇപ്പം ഒരു വളരെ പ്രിമച്വർ സ്റ്റേജ് അത് പറയാം. പക്ഷെ സ്റ്റോറി ലൈൻ മൊത്തം ദാസന്റെ മനസ്സിലുണ്ട്. ഞാൻ മൊത്തത്തിൽ കേട്ടില്ല, തോമസ് ചേട്ടനാണത് കേട്ടത്. എനിക്ക് അതിനുള്ളൊരു സാവകാശം കിട്ടിയിട്ടില്ല ഇത് കേൾക്കാനുള്ള. ഇപ്പൊ ഓൺഗോയിങ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഹരിവരാസനം അല്ലേ? അതെ. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഹരിവരാസനം നമ്മള് ചിത്രാഞ്ജലിയില് രാഖിൽ എന്ന് പറഞ്ഞ ആർട്ട് ഡയറക്ടർ, അദ്ദേഹത്തിനെ പറ്റിയാണ് ഏറ്റവും ആദ്യം പറയേണ്ടത്. വെൻ യു വാച്ച് ദിസ് മൂവി, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല ഇത് അവിടെ അല്ല ഷൂട്ട് ചെയ്തതെന്ന്. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് സന്നിധാനവും നമ്മുടെ 18-ാം പടിയും ശരംകുത്തിയും ഒക്കെ. ശരംകുത്തിയൊക്കെ എക്സാക്ട്ലി അത് തന്നെ. ആൻഡ് പിന്നെ രാജേഷ്, എന്നോട് പണ്ട് ടൊവിനോ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ചേട്ടൻ ഈ ട്രിവാൻഡ്രം മുമ്പ് എന്തെങ്കിലും മരുന്ന് കഴിച്ചായിരുന്നു? അപ്പോൾ അതുപോലെ ഞാൻ രാജേഷിനോട് ചോദിച്ചു, ഹരിവരാസനത്തിന് മുമ്പ് എന്തെങ്കിലും മരുന്ന് കഴിച്ചായിരുന്നു? ബിക്കോസ് ദ മേക്കിംഗ് ഇസ് ഓസം. അടിപൊളി മേക്കിംഗ് ആണ്. ആൻഡ് എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരിക്കും ഹരിവരാസനം. രഞ്ജിൻ്റെ അടിപൊളി മ്യൂസിക്കും, വി ഹാവ് ഗോട്ട് ഓൾമോസ്റ്റ് 7 songs. പിന്നെ ഡോക്ടർ അമ്പാടിയുടെ ഉഗ്രൻ സ്ക്രിപ്റ്റും. ഞാൻ രാഖിലിനോട് പറയുമായിരുന്നു, ഇത് ഈ അവാർഡ്സിൽ ചിലപ്പോൾ കൺസിഡർ ചെയ്യാൻ സാധ്യതയില്ല ആർട്ട് ഡയറക്ഷനിൻ്റെ. എൻ്റെ കാരണം വെച്ചാൽ ഇതൊക്കെ ഒറിജിനൽ ലൊക്കേഷൻസിൽ ഷൂട്ട് ചെയ്തതെന്നേ അവർ വിചാരിക്കുള്ളൂ. അത്രയും ഒറിജിനാലിറ്റിയാണ്. അപ്പം എനിക്കറിയില്ല അവാർഡ്സിനൊക്കെ അയക്കുന്ന സമയത്ത് നോട്ട് വല്ലതും എഴുതാറുണ്ടോയെന്ന്. ഞാൻ രാജേഷോട് പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും നോട്ട് എഴുതാനുള്ളൊരു സംവിധാനം ഉണ്ടെങ്കിൽ അവിടെ എഴുതി വിടണം, ഇതാ നമ്മൾ സെറ്റ് ഉണ്ടാക്കിയതാണെന്നുള്ളത്. അത്ര രസമായിട്ടാണ് അത്. ആദ്യമായിട്ടാണ് തോന്നുന്നു എനിക്ക് ഇത്രയും വിസിറ്റേഴ്സ് എന്നെ കാണാൻ വേണ്ടി ലൊക്കേഷനിൽ വരുന്നത്. അത് ഈ സെറ്റ് കാണാൻ വേണ്ടിയായിരുന്നു. ഇപ്പൊ സെറ്റിന്റെ പരിപാടി കഴിഞ്ഞപ്പോൾ ഇപ്പം ആരും വരുന്നില്ല. അല്ലെങ്കിൽ റെഗുലർ വന്നുകൊണ്ടിരിക്കുമായിരുന്നു ആരെങ്കിലും ഒക്കെ. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സെറ്റ് കാണണമെന്ന്. അപ്പം അമ്മ ഈ പറഞ്ഞ പോലെ ഇപ്പം ഇടയ്ക്ക് ഞങ്ങൾക്കൊരു പെറ്റുണ്ട്, ഒരു ഗോൾഡൻ റിട്രീവർ, ലയണൽ എന്നാ പേര്. അപ്പം അവൻ അവിടെ ഒറ്റയ്ക്കാവുമെന്ന് ഓർത്തിട്ട് വൈഫും മക്കളും വന്നു. അതിന് ശേഷം പിന്നെ അമ്മ വരാന്നുള്ളൊരു ഇതായിരുന്നു. അപ്പം എനിക്കൊരു പേടി. അപ്പം അമ്മ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ് ഈ സെറ്റ് കാണണമെന്ന്. അപ്പോഴത്തേക്കും ഷൂട്ട് കഴിഞ്ഞാൽ പിന്നെ സെറ്റ് വെച്ചോണ്ടിരിക്കില്ലല്ലോ, ബിക്കോസ് എവറി ഡേ യു ഹാവ് ടു പേ അല്ലേ, അത് റീറ്റെയിൻ ചെയ്യില്ല. പക്ഷെ അമ്മ വന്നപ്പോഴത്തേക്കും അപ്പം എൻ്റെ 2 അപ്പിയറൻസ് ഉണ്ട് ഈ സിനിമയിൽ. ഒന്ന് ഈ അപ്പിയറൻസും ഒന്ന് വേറൊരു അപ്പിയറൻസും. അപ്പോൾ 2 അപ്പിയറൻസിൽ 2 പ്രാവശ്യം ആ സെറ്റിൽ ഷൂട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ അപ്പിയറൻസിലുള്ള ഷൂട്ട് അമ്മയുള്ള സമയത്തായിരുന്നു. സോ അമ്മയ്ക്കും, അപ്പോൾ അമ്മ വന്ന ദിവസമാണ് നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് അവിടെ. അപ്പോൾ അമ്മ ഇങ്ങനെ ആത്മകഥാണ് അമ്മയുടെ. അയ്യപ്പസ്വാമിക്ക് അറിയായിരുന്നു എനിക്കിത് കാണണമെന്ന്, അത്ര ഞാൻ ആഗ്രഹിച്ചതാണ്. ഇപ്പം എൻ്റെ ഒരു ഡൗട്ടാണ്, എൻ്റെ ആദ്യ മൂവിയായിരുന്നു മയൂഖം. മോളുടെ പേരും മയൂഖ എന്നാണ്. അപ്പം മൂവി ഇതായതുകൊണ്ടാണോ മോക്കും അങ്ങനെ പേരിട്ടത്? ഉറപ്പായിട്ടും. ആദ്യം അങ്ങനത്തെ ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഞങ്ങൾ പല പേരുകളൊക്കെ ഞാൻ ആലോചിച്ചായിരുന്നു. പക്ഷേ വളരെ കോമൺ ആയിട്ടുള്ളൊരു പേര് വേണ്ട എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ എൻ്റെയൊക്കെ പേര് ഭയങ്കര കോമൺ ആണല്ലോ. അല്ലെങ്കിൽ ഇതുപോലത്തെ പേരുകൾ സൈജു, ഷൈജു, ബിജു, ബൈജു എന്നൊക്കെയുള്ള പേരുകൾ ഭയങ്കര കോമൺ ആണ് കേരളത്തിൽ. അപ്പോൾ അതുപോലത്തെ ഒരു പേര് വേണ്ട, കുറച്ചുകൂടെ ഒരു വെയിറ്റ് ഉള്ള പേര്. അത് ചിലപ്പോൾ നാട്ടുകാർക്ക് ഫീൽ ചെയ്യില്ലായിരിക്കും, എനിക്ക് മയൂഖിലൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. മയൂഖം എന്ന് പറഞ്ഞാൽ സൺ റേസ് എന്നാണ്, സൂര്യകിരണം. അപ്പൊ സുമ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനിൽ മുരളി ചേട്ടന്റെ ആക്ടർ അനിൽ മുരളി ചേട്ടൻ, അദ്ദേഹത്തിന്റെ വൈഫ് അന്ന് എയർടെലിലാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഞാനും വൈഫ് എയർടെലില്, സുമ എയർടെലില്. സുമയാണ് ഇങ്ങനെ ഒന്ന് സജസ്റ്റ് ചെയ്തത്, മയൂഖ നല്ല പേരല്ലേ, സജിന്റെ വസ്ത്രത്തിന്റെ പേരാണല്ലോ. അപ്പൊ അങ്ങനെ അത് അപ്പൊ എനിക്ക് ഐഡിയ കൊള്ളാമല്ലോ. അപ്പൊ ഞാൻ അന്ന് കേട്ടിട്ടില്ല. അപ്പൊ നമുക്ക് പിന്നെ മയൂഖ ജോണി എന്ന് പറഞ്ഞൊരു ആത്ലീറ്റ് ഉണ്ടല്ലോ നമുക്ക്, പുള്ളിക്കാരത്തിന്റെ പേര് ഞാൻ കേട്ടു. പക്ഷെ അന്ന് നമ്മൾ ഇടുന്ന സമയത്ത് മയൂഖ എന്നുള്ളൊരു പേര് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ മയൂഖ എന്നിട്ടു. ചേട്ടാ, ഇപ്പോ പ്രൊഡ്യൂസർ ആവാന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ഒരു ഡ്രീം ആയിരുന്നില്ലേ? ഇനി സൈജു കുറുപ്പ് എന്ന ആക്ടറിന് എന്തെങ്കിലും ഡ്രീം ഉണ്ടോ? ആക്ച്വലി ഡ്രീം ഉണ്ടോന്ന് ചോദിച്ചാല് സിനിമയില് ഇപ്പം വേറൊരു മേഖലയിൽ എനിക്ക് പ്രവർത്തിക്കണം എന്നുള്ളൊരു ഡ്രീമൊന്നുമില്ല. എനിക്ക് ഇനിയും കുറച്ച് പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊരു ഡ്രീമൊന്നുമില്ല. എൻ്റെ ഡ്രീം ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യണമെന്നായിരുന്നു.
ദൈവം എനിക്ക് 2 പടം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് തന്നു. ഓക്കെ, അതിൽ തന്നെ ഞാൻ സംതൃപ്തനാണ്. ഇനി എൻ്റെ ഡ്രീം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണം, എന്നിട്ട് നമുക്ക് ജോലി ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സിനിമയിലെ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു റിട്ടയർമെൻറ്റ് ഏജ് ഇല്ലല്ലോ. പക്ഷേ നമുക്ക് ഈ ആൾക്കാരെ ഇപ്പം ഞാൻ അടുത്ത് മമ്മൂട്ടി സാർ പറയണ കേട്ടു. അതായത് അദ്ദേഹം വന്നിട്ട് 45 വർഷത്തിനടുപ്പിച്ചായല്ലോ. എന്താ പറയുക, 45 വർഷത്തിനിടയിൽ ആൾക്കാർ നമ്മൾ മടുത്തില്ലല്ലോ. അതാണ് ഏറ്റവും വലിയ ഈശ്വരാനുഗ്രഹം. അപ്പോൾ ഈ ആൾക്കാർ മടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ സിനിമയെ അഭിനയിക്കുമ്പോഴത്തേക്കും അതിനുവേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് ആൾക്കാർ നമ്മൾ മടുക്കല്ലേ എന്നുള്ളത്. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ അത് തന്നെയാണ് എൻ്റെയും ഒരു ആഗ്രഹം. ആൾക്കാർ നമ്മൾ മടുക്കാണ്ടിരിക്കുക, എന്നാലേ നമുക്ക് റിട്ടയർമെൻറ്റ് ഇല്ലാണ്ടിരിക്കുകയുള്ളൂ. അല്ലെ പിന്നെ VRS എടുക്കുന്ന പോലെ ആൾക്കാർ മടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ VRS എടുക്കുന്ന പോലെയാണല്ലോ, പ്രിമച്വറായിട്ട് നമ്മൾ റിട്ടയർമെൻറ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ ചേട്ടാ, നമുക്ക് ഇത്രയും നേരം നമ്മൾ കുറെ വിശേഷം പറഞ്ഞു. ഇന്നൊക്കെ ചെറിയൊരു സെഗ്മെന്റ്, ഒരു ഫണ്ണി സെഗ്മെന്റ്. ഓക്കെ, അപ്പൊ സമൃദ്ധ തുടങ്ങിക്കോ. നിങ്ങൾ ഇത് ഞാൻ കുറച്ച് സമയം എടുത്താലും നിങ്ങൾ റാപ്പിഡാക്കി എഡിറ്റ് ഇല്ല, അത് പറ്റില്ല. ചോദിക്കുന്നത് അപ്പൊ തന്നെ ആൻസർ പറയണം. ഓക്കെ ചേട്ടാ, ഡയലോഗ് മറന്നോ ഏതെങ്കിലും ഷൂട്ടിംഗ് ലൊക്കേഷൻസ് ഉണ്ടായിരുന്നു? എല്ലാ ഷൂട്ടിംഗ് ലൊക്കേഷനും സീരിയസ്ലി എനിക്ക് വലിയ മെമ്മറി ഇല്ല. ഞാൻ യങ്സ്റ്റർ ആയിരുന്ന സമയത്താണല്ലോ മയൂഖം ചെയ്യുന്നത്. അവിടെയും ഡയലോഗ് മറക്കുമായിരുന്നു. പക്ഷെ അന്ന് മറവി കുറച്ച് കുറവായിരുന്നു, ഇന്നിപ്പോ കുറച്ചത് കൂടിയിട്ടുണ്ട്. സ്വന്തം സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഇത് ബോറായി എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ ബോർ സിനിമ അങ്ങനെ തിയേറ്ററിൽ പോയി എന്റെ കണ്ടിട്ടില്ല. എന്ന് വെച്ചാല് ഈ ഫസ്റ്റ് ഡേ പോകുന്നത് ഇപ്പൊ അടുത്താണ്. ഇപ്പൊ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ടാണ് ഈ ഫസ്റ്റ് ഡേ പോകുന്നത്. നമ്മുടെ എടപ്പള്ളി വനിതാ വിനിതയില് ക്രൂ മെമ്പേഴ്സ് എല്ലാവരും കൂടെ പോകുന്നത്. അപ്പൊ അതുവരെയും ഈ ഫസ്റ്റ് ഡേ പോക്കില്ല, അത് കഴിഞ്ഞിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ഡേ പിന്നെ നമ്മൾ റിസൾട്ട് അറിയുമല്ലോ. ചേട്ടാ, ഇപ്പൊ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചല്ലോ. അപ്പൊ മുന്നിൽ നിന്ന് അഭിനയിക്കാൻ പേടി തോന്നിയ ഏതെങ്കിലും നടന്മാരുണ്ടായിരുന്നു? മുമ്പിൽ നിന്ന് അഭിനയിക്കാൻ പേടി മമ്മൂട്ടി സാറിന്റെയും ലാലേട്ടന്റെയും കൂടെ അഭിനയിച്ചപ്പോഴത്തേക്കും ആദ്യത്തെ പടത്തില്. ബിക്കോസ് നമ്മൾ ചൈൽഡ്ഹുഡ് തൊട്ട് കാണുന്ന ലെജൻസ് അല്ലേ. അപ്പൊ നാച്ചുറലി നമ്മൾ എത്ര കോൺഫിഡന്റ് ആണെന്ന് പറഞ്ഞാലും നമ്മുടെ ഹാർട്ട് ബീറ്റ് നമ്മൾ സ്കിപ്പ് ചെയ്യും ഇവരുടെ അവിടെ നിൽക്കുമ്പോൾ. അതൊരു ഓറയാണ്. അപ്പൊ അത് സംഭവിക്കാറുണ്ട്. വൈഫിന് ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവം എന്താ ചേട്ടന്റെ? വൈഫിന് ഇഷ്ടപ്പെടാത്ത പല സ്വഭാവങ്ങളുണ്ട് എനിക്ക്. ഞാൻ ഈ ധൃതി വയ്ക്കും. അപ്പൊ എനിക്ക് ടൈമിന് എത്തണമല്ലോ. അപ്പൊ വൈഫിന് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല ടൈമിന് എത്തില്ലേലും. അപ്പൊ ഈ തിയേറ്ററിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇപ്പൊ ഈ ഗൂഗിൾ മാപ്പും കൂടെ ഉള്ളത് കാരണം സൗകര്യമാണ്. എത്ര സമയം എടുക്കും നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അതാണ് വൈഫ് പറയണത്. പക്ഷെ എനിക്ക് 10 മിനിറ്റ് മുമ്പേ എത്തണം. എന്റെ പ്രശ്നം വെച്ചാൽ എനിക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് തൊട്ട് എനിക്ക് സിനിമ കാണണം. അപ്പം ഈ അതിനു മുമ്പുള്ള ആഡ്സ് ഉണ്ടല്ലോ, അതെന്തിനാ വെറുതെ അവിടെ പോയിരുന്ന് കാണണമെന്നുള്ളതാണ് വൈഫിന്റെ പക്ഷം. അപ്പൊ അത് വൈഫിന് കുറച്ച് പ്രശ്നമാണ് എന്റെ ആ ഒരു സ്വഭാവം. പിന്നെ അങ്ങനത്തെ ഉണ്ട് കുറച്ചൊക്കെ. പുറത്തു പറയാൻ പറ്റൂലേ? പുറത്ത് പറയാൻ പറ്റില്ല. അത് വെറുതെ എന്നാലും വീട്ടുകാരെ മൊത്തമൊക്കെ പറയാനില്ല. സേജു കുറുപ്പ് എന്ന നടനില് ഇപ്പോഴും ആൾക്കാർക്കാണുള്ളത് എന്ത് രഹസ്യമാണ്? ആൾക്കാർക്ക് അറിഞ്ഞൂടാത്ത രഹസ്യ എനിക്കറിയില്ല കേട്ടോ. എന്നാലും ചേട്ടാ ഒരിടവും പറയാത്ത എന്തെങ്കിലും ഒരു സീക്രട്ട്? ഒരിടത്തും പറയാത്തൊരു സീക്രട്ട് അതിവിടെ പറയണം. ഞാൻ ആലോചിക്കുന്നത് എന്തായിരിക്കും ഞാൻ പറയാത്തത് വെച്ചാൽ, ഞാൻ എൻ്റെ ഇന്റർവ്യൂസിലൊക്കെ എന്നോട് ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ വളരെ കൃത്യമായിട്ടും സത്യസന്ധമായിട്ടാണ് ഞാൻ ആൻസർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ 10 വർഷം മുമ്പുള്ള ഇന്റർവ്യൂസ് യൂട്യൂബിലുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം പോലത്തെ ഒരു ചോദ്യം അതിനകത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് തന്ന ആൻസർ തന്നെ ആയിരിക്കും അന്ന് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ചേഞ്ചസ് ഒന്നും വരില്ല. പിന്നെ ചില ഡേറ്റ്സും വർഷങ്ങൾ പോകുന്തോറും ചിലപ്പം 2010 ആയിരിക്കും ഞാൻ അന്ന് പറഞ്ഞിരിക്കുന്നത്, ഇന്ന് ചിലപ്പോൾ 2009 എന്ന് പറയും. അത് പേഴ്സണലി അങ്ങനെ രഹസ്യങ്ങളൊന്നും ഇല്ല പറയാൻ. പിന്നെ പരമരഹസ്യങ്ങളുണ്ട്. അപ്പൊ പരമരഹസ്യം അല്ലെന്ന് നമുക്കറിയാം, രഹസ്യങ്ങൾ അങ്ങനെ ഇല്ല. ഷൂട്ടിങ്ങിനിടയില് ഷൂട്ടിങ്ങിന് വയ്യാഞ്ഞിട്ട് മുങ്ങാനായിട്ട് എനിക്ക് വയ്യെന്ന് സംവിധായകത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ല, അത് ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് ദൈവം എന്നെ ഈ ഒരു പൊസിഷനിൽ ഒരു സക്സസ്ഫുൾ ആക്ടറായിട്ടും പ്രൊഡ്യൂസറായിട്ടും എന്നെ എത്തിക്കാൻ ഉള്ള മെയിൻ റീസൺ ഞാൻ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ പ്രൊഫഷനിൽ. ഇപ്പം ഞാൻ എന്നെ തന്നെ പൊക്കി പറയുന്ന പോലെ ഇരിക്കും. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ വേറെ ആരും അങ്ങനെ പറയുന്നില്ല, അതുകൊണ്ട് പറയുകയാണ്. ആക്ച്വലി ഇതൊക്കെ വേറെ ആൾക്കാരാണ് പറയേണ്ടത്, പക്ഷെ അവർ ഒന്നും പറയുന്നില്ല.
ഞാൻ അവരുടെ പറയാറുണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇതൊക്കെ പറ. അതായത് എനിക്കൊരു സമയം നിന്ന് കഴിഞ്ഞാൽ ആ സമയത്തെത്തും. വളരെ വ്യക്തമായിട്ട് ഞാനും എൻ്റെ ടീമുണ്ട്, എൻ്റെ 2 സ്റ്റാഫ് എൻ്റെ കൂടെ എപ്പോഴും കാണും. ഇവർ രണ്ടുപേരും അവരും വളരെ പങ്ക്ച്വലാണ്, ഭയങ്കര ഡിസിപ്ലിൻഡാണ്. ഞങ്ങൾ സമയത്ത് ഞങ്ങളെത്തും. ഞാൻ ഒരു രീതിയിലും ഒരു ഷൂട്ടിൽ എന്താണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങൾ ചെയ്യാറില്ല. ഇപ്പം എനിക്ക് ഞാൻ ചോദിക്കുമായിരിക്കും, ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ സംവിധായകൻ എന്നെക്കാൾ ഇളയതായാലും മൂത്തായാലും ഞാൻ അവരോട് ചോദിക്കും, ഇങ്ങനെ ഞാൻ പറഞ്ഞോട്ടെ. അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ ഞാനത് പറയും, അല്ലെങ്കിൽ ഞാനത് പറയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഉള്ള ഏരിയാസിലൊന്നും ഞാൻ ബുദ്ധിമുട്ട് വരുത്തിയിട്ടില്ല. പിന്നെ ഒരാളെ കളിയാക്കൊണ്ടിരിക്കുന്നിടത്ത് ഞാനും കൂടെ നിന്ന് ചിരിക്കാറില്ല. ഞാൻ ഒന്നിലും ചിരിക്കാണ്ടിരിക്കും. എന്നുവെച്ചാൽ എനിക്കത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് മാറിപ്പോയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇത് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ എല്ലാവരുമായിട്ടും എനിക്ക് നല്ല സൗഹൃദമാണ്. ആരെ അങ്ങനെ മനഃപൂർവ്വം വേദനിപ്പിക്കാറില്ല. ഞാൻ അറിയാണ്ടോ ഇനി അറിയില്ല, പക്ഷെ മനഃപൂർവ്വം ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് എൻ്റെ ഇപ്പം അന്ന് തുടക്ക കാലഘട്ടത്തിൽ കുറച്ച് എൻ്റെ പെർഫോമൻസ് കുറവായിരുന്നെങ്കിലും ആൾക്കാർ എന്നെ കാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇവനെ കൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. റിയൽ ലൈഫിൽ ഏതെങ്കിലും സിറ്റുവേഷനിൽ ചേട്ടൻ സ്വന്തം സിനിമ ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്? എനിക്കത് ഏത് സിറ്റുവേഷൻ ഒന്നും എനിക്ക് ഓർമ്മയില്ല. നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്ന ഷാജി ഏട്ടാ എന്നുള്ളത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇവളെ യൂസ് ചെയ്യാറുണ്ട്. ആടലെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഞാനും പേഴ്സണലി യൂസ് എന്നെ കൊണ്ട് പറ്റുമോ തോന്നി. അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറച്ചു നേരം കൊണ്ട് ഒരുപാട് സിനിമാ വിശേഷങ്ങൾ നമുക്ക് പങ്കുവെച്ചു. അപ്പം ഇന്ന് മംഗളം ടിവിയുടെ ക്ഷണം അനുസരിച്ച് ഇവിടെ എത്തിയതിന് സജിച്ചേട്ടന് ഒരുപാട് താങ്ക്സ്. എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട് ഗോപികയോടും സമൃദ്ധയോടും, പിന്നെ ഇതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകരോടും. എനിക്കൊന്ന് ആദ്യമായിട്ടാണ് ഞാൻ മംഗളം ടിവിയിൽ അപ്പിയർ ആവുന്നത്. താങ്ക്സ് ടു ജയേന്ദ്രൻ ചേട്ടൻ ഫോർ ഇൻവൈറ്റിംഗ് മീ ഹിയർ. And all the best to both of you, because you are growing journalists. And wishing both of you a very happy Onam. Happy Onam. Thank you.